എന്താ അള്ളാഹു വിശ്വസിക്കേണ്ടത്? എനിക്ക് എന്റെ റബ്ബ് വരുത്തുന്നത് വരും. ജൂൺ 5-ാം തീയതി 6-ാം തീയതി പെട്ടി പൊളിച്ചാൽ എന്ത് നടക്കും? പെട്ടി അറിയൂലേ? ബഹുമാനപ്പെട്ട പെട്ടിയെപ്പറ്റി നിങ്ങൾക്ക് അറിയൂലേ? ഇപ്പോൾ ഇന്ത്യയാകെ പെട്ടിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പെട്ടി എന്താവും? 5-ാം തീയതി 6-ാം തീയതി പെട്ടി പൊളിച്ചാൽ എന്ത് നടക്കും? മുഖത്തിറായ റബ്ബ് എന്ത് തഖ്ദീറാക്കിയോ അത് നടക്കും. ആര് പ്രധാനമന്ത്രിയാവും? ആരാവും പ്രധാനമന്ത്രി? ആരാവും പ്രധാനമന്ത്രി? വേണ്ടാതിരിക്കണം. ആരാണ് പ്രധാനമന്ത്രി? മുഖത്തിറായ റബ്ബ് ആര് എന്ന് തഖ്ദീറാക്കിയോ അയാളാണ് പ്രധാനമന്ത്രി. അപ്പോൾ പ്രധാനമന്ത്രി വളരെ ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത്. ഞാൻ നിങ്ങളെ രാഹുലിന്റെ ആളും അല്ല, നരേന്ദ്രമോദിയുടെ ആളും അല്ല. ഞാൻ അള്ളാഹുടെ ആളാണ്. ഞാൻ അള്ളാഹിനെ പറ്റി പറയാൻ വന്നതാണ്, ഈമാൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? നിങ്ങൾ രാഹുലിന്റെ ആൾ മാത്രമേ പ്രസംഗിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇറക്കി വിടാം. ഞാൻ രാഹുലിന്റെ ആളല്ല, ഞാൻ മോഡിയുടെ ആളുമല്ല, ഞാൻ അള്ളാഹിന്റെ ആളാണ്. ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്തം പുറത്തു കൊണ്ടുവരുന്നത് 1859-ലാണ്. ആ കാലഘട്ടത്തിലെ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ അന്ന് മനുഷ്യരെ മയക്കുന്ന ഒരു വസ്തുവും അക്കാലത്ത് മനുഷ്യർ കണ്ടുപിടിച്ചിട്ടില്ല. അക്കാലത്ത് ഒരാളെ ശസ്ത്രക്രിയ ചെയ്യുക എന്നാൽ 3, 4, 5 ആളുകൾ കൂട്ടിപ്പിടിച്ച് അവരുടെ കാലിനാണെങ്കിൽ ആ കാല് അറുത്തു മാറ്റി ഇങ്ങനെയൊക്കെ ചെയ്യും. ഇന്ന് നമ്മളിൽ ചില ആളുകളെ ഒരു ഇഞ്ചക്ഷന് വേണ്ടി സൂചിയും കൊണ്ടുവരുമ്പോഴത്തേന് ചില ആളുകൾ കരിഞ്ഞു. അക്കാലത്ത് മയക്കി കിടത്താതെ മനുഷ്യന്റെ കയ്യും കാലും മുറിച്ചാൽ കരിയൂല. ഇക്കാലത്ത് ഇഞ്ചക്ഷന്റെ സൂചിയും കൊണ്ട് വന്നാൽ കരിയും. അതിന് കാരണം ഇക്കാലത്ത് മനുഷ്യർ ഏറെ ദുർബലരാണ് എന്നതാണ്. അല്ലാതെ പ്രതിസന്ധിയുടെ കാലം ഇതല്ല, പ്രതിസന്ധിയുടെ കാലം അതാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നമ്മൾക്കൊരു പ്രതിസന്ധിയുടെ കാലം എന്ന് തോന്നുന്നത് ഇന്നത്തെ ജനങ്ങൾ ഏറെ ദുർബലരായതുകൊണ്ടാണ്. ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത സ്വഹാബികൾ നബിയുടെ കൂടെ പോയി. പോകുന്നതിന്റെ തലേ ദിവസം രാത്രി അവർ ഭാര്യമാരെ അവർ കിടക്കുന്ന കിടക്കപ്പായയിൽ കിടത്തി. രാത്രി സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, നമ്മുടെ രണ്ടാളുടെയും ഒരുപക്ഷെ ജീവിതത്തിലെ അവസാനത്തെ രാത്രി ഇന്നായിരിക്കും. ഞാൻ നിന്നെയും നീ എന്നെയും ആസ്വദിക്കുന്ന അവസാന രാത്രി ഇന്നായിരിക്കും. ഞാൻ നാളെ യുദ്ധത്തിന് പോവാണ്. നമ്മുടെ കയ്യിൽ ആയുധമില്ല, ആൾബലവുമില്ല. ശത്രുക്കളുടെ കയ്യിൽ ആയുധവുമുണ്ട്, ആൾബലവുമുണ്ട്. ഞാൻ ഒരു 90%, അതായത് ഏകദേശം ഞാൻ നാളെ പുറപ്പെടുന്നതിന് ശേഷം തിരിച്ചു വരാതെ കൊല ചെയ്യപ്പെടാനാണ് കൂടുതൽ സാധ്യത. ഞാൻ മരിച്ചാൽ നീ 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരിക്കേണ്ടി വരും. അതേ സമയത്ത് ഞാൻ ഇപ്പോൾ നിന്നെ ത്വലാഖ് ചൊല്ലി തന്നാൽ നിനക്ക് 3 ശുദ്ധി മാത്രം മതി അടുത്തൊരാളെ ഭാര്യയാകാൻ. അതുകൊണ്ട് നിനക്ക് സമ്മതമാണെങ്കിൽ ഈ രാത്രി ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലിത്തരാം എന്ന് അനവധി സ്വഹാബികൾ ബദറിന്റെ തലേന്ന് പുറപ്പെടുന്ന സമയത്ത് തൻ്റെ ഭാര്യമാരോട് പറയുന്നുണ്ട്. എന്തുകൊണ്ട്? അവരുടെ കാലഘട്ടം ഏറെ പ്രതിസന്ധിയുള്ള കാലഘട്ടമായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കാരണം അവർ തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഇല്ല. നമ്മൾ ദുർബലരായതുകൊണ്ട് നമ്മൾ പറയാണ് നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ്. അതാ പ്രശ്നം. നമ്മൾ വളരെ മോശപ്പെട്ട ഒരു ജനതയാണ്. എല്ലാം പേടിയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തുകൊണ്ടാണ് എല്ലാത്തിനെയും നമുക്ക് പേടിയായത്? നമുക്ക് അള്ളാഹുവിനെ പേടി ഇല്ലാത്തത് കൊണ്ടാണ്. അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ നമുക്കൊന്നിനെയും പേടിയുണ്ടെങ്കിൽ. ഇന്ന് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന വലിയൊരു കാര്യം 5 വഖത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. 5 വഖത്ത് നമ്മൾ നിസ്കരിച്ചാൽ തന്നെയും ജിബ്രീൽ വന്ന് നമുക്കൊരു മാലയിട്ട് തരണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. ജിബ്രീൽ നിലമിറങ്ങി വന്ന് നമുക്ക് മാലയിടണം. അത്രയും വലിയ മഹാന്മാരും മഹദികളുമാണ്. എന്താ ചെയ്തത്? 5 വഖത്ത് നിസ്കാരം.
എന്നിട്ട് അള്ളാഹ്ക്ക് എന്താ കാര്യം? നീ നിസ്കരിച്ചിട്ട് അള്ളാഹ്ക്ക് എന്താ കാര്യം? നീ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് എന്താ നഷ്ടം? അടിമ ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന് നഷ്ടമുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അയാൾ ആ സെക്കൻഡിൽ കാഫറായി പോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് അന്തമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് അന്തമില്ല, നമുക്ക് എല്ലാവരും പേടിയാ, നമുക്ക് ദീനില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മളെ ചിന്താഗതികൾ ചേഞ്ച് ചെയ്യണം. പ്രസംഗം തുടങ്ങുമ്പോഴത്തേന് ഉറക്കം തുടങ്ങരുത്. ഈ സമയത്ത് ഉറക്കുന്ന ആൾ ഇബ്ലീസ് ജ്ഞാനത്തുള്ളാഹി. എന്തുകൊണ്ട്? ഈ പ്രസംഗം കഴിയുമ്പോഴത്തേന് നമ്മളൊരു ഉത്തരത്തിലെത്തിച്ചേരും ഇൻഷാ അല്ലാഹ്. അത് ഇബ്ലീസിന് ഇഷ്ടമുണ്ടാവില്ല. തഴമ്പ് വേണ്ടത് നെറ്റിക്കല്ല, അത് മടിയന്മാരുടെ നെറ്റിയാണ്. ഏത് കള്ളനും ചെയ്യാവുന്ന കർമ്മമാണ് നിസ്കാരം. നിസ്കാരത്തെക്കുറിച്ച് ഖുർആനിലെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് നിസ്കരിക്കുന്നവർക്ക് നരകമാണ് എന്നാണ്. ഫവൈലുല്ലിൽ മുസല്ലി, നിസ്കരിക്കുന്നവർക്ക് നരകമാണ്. അതുകൊണ്ട് നിസ്കാരം ആരും നിർത്തണ്ട. ഇയാളെ പ്രസംഗത്തിന് വന്നതോടുകൂടെ നമ്മളെ പള്ളിയിലെ നിസ്കാരം നിന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ദി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഖുർആൻ, മനസ്സിലായോ? ദി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഖുർആൻ അബൌട്ട് ദ 5 പ്രയർ, 5 വഖ്തിലെ നിസ്കാരത്തെക്കുറിച്ച്, ഈ 5 ടൈംസിലെ ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഖുർആനിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫവൈലുല്ലിൽ മുസല്ലി, നിസ്കരിക്കുന്നവർക്ക് പലർക്കും നരകമാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പിന്നെ നിസ്കാരത്തെക്കുറിച്ചുള്ള ഒരു വാക്ക് ഖുർആനിലില്ല, ലാസ്റ്റാണ്. പിന്നെ ഒരു വാക്ക് ഉണ്ട്, അത് സാധാരണ നിസ്കാരമല്ല. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി ലിറബ്ബിക വൻഹർ. അത് ബലിപെരുന്നാൾ നിസ്കാരമാണ്, അത് സാധാരണ നിസ്കാരമല്ല. സാധാരണ നിസ്കാരത്തെക്കുറിച്ചുള്ള അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ഫവൈലുല്ലിൽ പറ മുസല്ലി, നിസ്കരിക്കുന്ന പലർക്കും നരകമാണ്. എന്തുകൊണ്ട്? നിസ്കാരത്തെ അവൾ ഉൾക്കൊണ്ടില്ല. അവരെ നെറ്റിക്ക് പണിയാണ്, അവരെ തലക്ക് പണിയില്ല. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിന്റെ തലക്കാണ് പണി, നെറ്റിക്കല്ല. കള്ളന്മാർക്ക് നെറ്റിക്കായിരിക്കും പണി, തലക്കുണ്ടാവില്ല. എന്നാൽ ഉന്നതന്മാർക്കും നെറ്റിക്ക് പണി ഉണ്ടാവും, പക്ഷേ അവർക്ക് തലക്ക് പണി ഉണ്ടാവും. മൻ അഅ്ബദുന്നാസ്, ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആൾ ആരാണെന്ന് ഒരിക്കൽ പുണ്യ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. മൻ അഅ്ബദുന്നാസ്, ലോകത്തെ ഏറ്റവും ഇബാദത്ത് ചെയ്യുന്ന ആൾ ആരാണ്? അപ്പോൾ പുണ്യ റസൂൽ പറയേണ്ടത് ഏറെ നിസ്കരിക്കുന്ന ആൾ എന്നായിരിക്കുമല്ലോ. പക്ഷെ പറഞ്ഞത് അങ്ങനെയല്ല. അഅ്ബദുന്നാസി അൽ ആഖിൽ, ആരുടെയെല്ലാം തലക്ക് കൂടുതൽ പണിയുണ്ടോ അവനാണ് ഏറ്റവും ഇബാദത്ത് ചെയ്തവൻ എന്നാണ്. അതിൽ സലാം വീട്ടൽ ഇല്ല. നിസ്കാരത്തിൽ സലാം വീട്ടൽ ഉണ്ട്, എന്നാൽ ബുദ്ധിക്ക് സലാം വീട്ടൽ ഇല്ല. ബുദ്ധിയുടെ സലാം വീട്ടൽ ഉറക്കമാണ്. ഉണർച്ചയിൽ ബുദ്ധി പണിയെടുത്തുകൊണ്ടേയിരിക്കും. ആരെക്കുറിച്ച്? അള്ളാഹുവിനെ കുറിച്ച്. നിസ്കാരം അങ്ങനെയല്ല. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാമിൽ അവസാനിക്കുന്ന നിർദ്ദിഷ്ട വാക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും കൂട്ടമാണ് എന്ത്? നിസ്കാരം. എന്നാൽ ഇബാദത്തോ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹ്, എന്റെ സർവസ്വവും അള്ളാഹുവിന് വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ ഉണർച്ച മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാണ്. ഉണർച്ച മുഴുവനും അള്ളാഹുവിന് കൊടുക്കുന്ന ഒരൊറ്റ പാർട്ട് ശരീരത്തിലുള്ളത് തലച്ചോറ് മാത്രമാണ്, പിന്നെ ഹൃദയവും. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇത് അള്ളാഹുവിന് കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ നെറ്റിയിൽ ദുരഭിമാനം ചെയ്യുകയാണ്. അപ്പൊ വളരെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആളായി മാറണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിസ്കാരം ജമാഅത്തും ജുമായുമായി തുടങ്ങുന്നത് 14 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. നോമ്പ് തുടങ്ങിയത് കൃത്യമായും 14 കൊല്ലത്തിന് ശേഷമാണ്. ആദ്യത്തെ ജുമായിൽ നബി പങ്കെടുത്തിട്ടില്ല, രണ്ടാമത്തെ ജുമായിലും നബി പങ്കെടുത്തിട്ടില്ല,
മൂന്നാമത്തെ ജുമായിലും നബി പങ്കെടുത്തിട്ടില്ല. നാലാമത്തെ ജുമായിലും നബി പങ്കെടുത്തിട്ടില്ല. എന്തുകൊണ്ട്? അന്ന് നബി മക്കത്താണ്. അപ്പോൾ നബി ഇല്ലാത്ത ഒരു കൂട്ടം സ്വഹാബികൾ തുടങ്ങിയതാണ് ജുമാ നിസ്കാരം. അപ്പോൾ പല ജുമാകളിലും പങ്കെടുക്കാത്ത നബിയാണ് ആര്? സയ്യിദുൽ അംബിയ. നിങ്ങളിന്റെ കൂടെ ഇല്ലേ? മനസ്സിലായില്ലേ? ആദ്യം ജുമാ തുടങ്ങുന്നത് അസ്അദ് ബിൻ സുറാറയുടെ വീട്ടിലാണ്, മദീനത്ത്. 12 ആളുകൾ അതിൽ പങ്കെടുത്തു. അതുകൊണ്ടാണ് ഒരു വേള ജുമാക്ക് 12 ആൾ ഉണ്ടായാലും മതിയാകും എന്ന അഭിപ്രായം ഫിഖ്ഹിൽ വന്നിട്ടുള്ളത്. ആകെ 12 ആളുകൾ സ്വഹാബികൾ. മദീനയിലെ സ്വഹാബികളും സ്വഹാബികളിൽ നിന്ന് മുസ്ലിം ആയവരും അന്ന് സ്വഹാബി അല്ലാത്തവരും. കുറച്ചാളുകൾ മക്കായിൽ നബിയെ കണ്ട് വിശ്വസിച്ച് മദീനയിൽ വന്നു. അപ്പോൾ ഈ സ്വഹാബികളിൽ നിന്ന് ചിലർ മുസ്ലിങ്ങളായി. അവർ നബിയെ അതുവരെ കണ്ടിട്ടില്ല. നബി വരുന്നത് അക്വല്ലം റബീഉൽ അവ്വലിലാണ്. ഇവർ ഏകദേശം ജുമാ തുടങ്ങുന്നത് മുഹറമിനോടനുബന്ധിച്ചാണ്. അപ്പോൾ മുഹറം, സഫർ, റബീഉൽ അവ്വലിന്റെ ചില ഭാഗങ്ങൾ ഈ ജുമാകളിലൊന്നും ആരില്ല. പറ, നബിയില്ല. ചില്ലറ സ്വഹാബികളും ആ സ്വഹാബികളിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയ ചില സ്വഹാബികൾ, അന്ന് സ്വഹാബി അല്ലാത്തവർ. പിന്നെ നബി അവരിലേക്ക് വന്നപ്പോൾ അവർ സ്വഹാബികളായി. മനസ്സിലായില്ലേ? അവരാണ് ജുമാ തുടങ്ങിയത്. നിങ്ങൾ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഒരു നോമ്പ് ഖദീജ ബീവി നോറ്റിട്ടില്ല. ആരാ ഖദീജ ബീവി? ആസിയ ബീവിയെക്കാളും മറിയം ബീവിയെക്കാളും ഈ ലോകത്തെ ഏറ്റവും വലിയ മഹദി ഖദീജ ബീവി ആണ് എന്നാണ് ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പോലെയുള്ള മഹാപണ്ഡിതന്മാരുടെ അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവിച്ച മഹദിരത്നമാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഈ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചിന്തിക്കണം, ഒരു നോമ്പ് നോറ്റിട്ടില്ല. ഖദീജ ബീവി വഫാത്തായിട്ട് 4ാമത്തെ കൊല്ലത്തിലാണ് നോമ്പ് തുടങ്ങുന്നത്. എന്നിട്ടും ഏറ്റവും വലിയ മഹദി ഖദീജയാണ്. എന്തുകൊണ്ട്? ഖദീജയുടെ തലയും ഹൃദയവും ഖദീജ അള്ളാഹുവിന് കൊടുത്തു എന്നതാണ് കാരണം. ഇന്ന് നിസ്കരിക്കുന്ന നമ്മൾ ഈ കർമ്മങ്ങളിൽ അഹങ്കരിക്കാൻ തലയും ഹൃദയവും അള്ളാഹുവിന് കൊടുക്കുന്നേയില്ല. നിങ്ങൾ എൻ്റെ കൂടെ വന്നാലേ ഇത് മനസ്സിലാവും. ഇടയിലൊക്കെ കുറേ കസേരകൾ ഫില്ലാവേണ്ടതുണ്ട്. ഇനിയും ഒന്ന് ബാക്കിൽ നിന്ന് മുന്നിലേക്ക് കയറിയിരിക്കാം. അങ്ങനെ നീട്ടിയൊന്നും പറഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടാക്കൂല. ഒന്ന് കയറിയിരിക്കാം. ഇവിടെ ഒരുപാട് കസേരകൾ ഒഴിവാണ്. എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം, ലേശം ചൂടുവെള്ളം വേണം. എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. അതവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ മതി. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, പള്ളി കമ്മിറ്റിക്കാർ ഒക്കെ വന്ന് പ്രസംഗം കേൾക്കണം. പ്രസംഗം ആണ് ഇതിൽ പ്രധാനം, ദിക്റല്ല. യഥാർത്ഥത്തിൽ ദിക്ർ പ്രസംഗമാണ്, ദിക്റല്ല. ദിക്റാവുക വളരെ കുറഞ്ഞ അളവിലാണ്. കാരണം ദിക്ർ ചെയ്യുന്ന വലിയൊരു ശതമാനവും ഗാഫിലിങ്ങളായിരിക്കും. ദിക്റിന് പൂർണ്ണ കൂലി ലഭിക്കണമെങ്കിൽ അവർ ദാക്കിറാകണം. അവർക്ക് നല്ല ഉണർച്ച വേണം. ഇന്ന് നമ്മൾ ദിക്ർ ചെല്ലാൻ തുടങ്ങിയാൽ ഉറങ്ങും. പ്രഭാഷണം അങ്ങനെയല്ല. പ്രഭാഷണം തല കൊണ്ട് ചെയ്യുമ്പോൾ അതിന് വലിയ പണിയുണ്ടാകും. ഞാൻ എന്താണ് ഇന്ന് പ്രസംഗിക്കേണ്ടതെന്ന് ഇപ്പോൾ എനിക്ക് അറിയില്ല. ബുദ്ധി കൊണ്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ബുദ്ധി വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ പ്രസംഗം. ഞാൻ ഒരുങ്ങി വന്നിട്ടില്ല. ഞാൻ ഒരു പ്രസംഗത്തിനും ഒരുങ്ങാറില്ല. ഏകദേശം 25 വർഷമായി കേരളത്തിൽ രാവും പകലും പ്രസംഗിക്കുന്ന ആളാണ്. ഇന്നും ഞാൻ 2ാമത്തെ സ്റ്റേജാണിത്. ഇന്ന് വളരെ കുറഞ്ഞ് പ്രസംഗിച്ച ഒരു ദിവസമാണ്. ഇത് 2ാമത്തെ സ്റ്റേജാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നമ്മൾ ചിന്തിക്കണം.
നമുക്ക് അള്ളാഹുവിനെ ബോധമില്ലാതിരിക്കുമ്പോൾ നമുക്ക് നാട്ടിൽ വർഗീയത വളരുന്നത് വലിയ പ്രശ്നമായിരിക്കും. നമുക്ക് അള്ളാഹുവിനെ ബോധമുണ്ടാകുമ്പോൾ നമുക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടെ? എങ്ങനെ? ഇപ്പൊ ഈ നാട്ടിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി വരിക. നിങ്ങൾ കുറച്ച് ആളുകളെന്നെ ഇപ്പൊ വളഞ്ഞിരിക്കുക. ഇനി ഞാൻ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എന്നെ പിടികൂടി അടിച്ചൂടെ? എന്നെ കൊല്ലാൻ നോക്കിക്കൂടെ? നിങ്ങളൊക്കെ ആണെങ്കിലോ വലിയ കൊമ്പം മീശക്കാരും വലിയ തടിമാടന്മാരും വലിയ യോഗ്യന്മാരുമാണ്. ഞാൻ കാണാൻ തന്നെ ഒരു 3-3.5 ഫൂട്ടേ ഉള്ളൂ. ഒരാളോട് അടികൂടാൻ വയ്യ. 2 ദിവസമായി പനിയ. പിന്നെ ഒരാളോട് ഞാൻ വരില്ല എന്ന് പറയാൻ എനിക്കിന്ന് എതിറുണ്ട്. പിന്നെ വന്നത് ഇനിയൊരു അങ്ങനെ പറയുന്നതൊരു മോശമല്ലേ എന്ന് വിചാരിച്ച പനിയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇന്ന് നിങ്ങളെല്ലാവരും കൂടി എന്നെ പിടിച്ച് അടിക്കാൻ തീരുമാനിച്ചാൽ, എനിക്ക് സാധാരണ തന്നെ തല്ലാൻ വയ്യാത്ത ഒരാളാണ് ഞാൻ. ഇന്ന് തീരെ ഓടാനും വയ്യ. അപ്പൊ നിങ്ങൾ എന്നെ അടിച്ചു കൊല്ലുവാണെങ്കിൽ അതിന് പറ്റിയ ദിവസം ഇന്നാവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഉയർത്തിട്ട് എന്താ കാര്യം? എനിക്ക് നിങ്ങളെ മുൻപരിചയമില്ല. ഞാൻ മുഖദ്ദിറായ റബ്ബിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ആരായാലും എനിക്കെന്താ? നിങ്ങൾ എന്നെ കൊന്നാൽ എനിക്കെന്താ? കൊന്നാൽ എൻ്റെ റബ്ബ് നിശ്ചയിക്കുന്ന ദിവസം ഞാൻ മരിക്കും. നിങ്ങൾ എന്നെ അടിച്ചു കൊന്നാൽ ഞാൻ ഷഹീദായി മരിക്കും. ഞാൻ ഇന്ന് മരിക്കേണ്ട ദിവസമാണെങ്കിൽ നിങ്ങൾ എന്നെ വെറുതെ വിട്ടാലും ഞാൻ പുറത്തിറങ്ങുമ്പോൾ മോട്ടോർ സൈക്കിൾ കുത്തി മരിക്കും. മോട്ടോർ സൈക്കിൾ കുത്തിയാൽ ഷഹീദാവൂല. നിങ്ങൾ എന്നെ അടിച്ചു കൊന്നാൽ ഞാൻ ഷഹീദാവും. ഓ, അപ്പോൾ എൻ്റെ ഭാഗ്യം നിങ്ങൾ എന്നെ അടിച്ചു കൊല്ലലാണ്. അല്ലേ? ആണോ? അല്ലേ? ആരാ ഷഹീദ്? ഷഹീദിനെ അള്ളാഹുവിന്റെ കോടതിയിൽ കൊണ്ടുപോയി. നീ ആദ്യം നിസ്കരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൽ വിശ്വസിക്കുക. ആദ്യം അള്ളാഹുവിൽ വിശ്വസിക്കുക. ഈ നെറ്റിയിലെ അടയാളം കാട്ടി അഹങ്കരിക്കല്ലേ. നീ അള്ളാഹുവിൽ വിശ്വസിക്കുക. വളരെ ചിന്തിക്കണം. എന്താ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത്? എനിക്ക് എന്റെ റബ്ബ് വരുത്തുന്നത് വരും. ജൂൺ 5-ാം തീയതി 6-ാം തീയതി പെട്ടി പൊളിച്ചാൽ എന്ത് നടക്കും? പെട്ടി അറിയൂലേ? ബഹുമാനപ്പെട്ട പെട്ടിയെപ്പറ്റി നിങ്ങൾക്ക് അറിയൂലേ? ഇപ്പോൾ ഇന്ത്യയാകെ പെട്ടിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പെട്ടി എന്തോ 5-ാം തീയതി 6-ാം തീയതി പെട്ടി പൊളിച്ചാൽ എന്ത് നടക്കും? മുഖദ്ദിറായ റബ്ബ് എന്ത് തഖ്ദീറാക്കിയോ അത് നടക്കും. ആര് പ്രധാനമന്ത്രിയാവും? ആരാവും പ്രധാനമന്ത്രി? ആരാവും പ്രധാനമന്ത്രി? വേണ്ടാതിരിക്കണം. ആരാണ് പ്രധാനമന്ത്രി? മുഖദ്ദിറായ റബ്ബ് ആര് എന്ന് തഖ്ദീറാക്കിയോ അയാളാണ് പ്രധാനമന്ത്രി. അപ്പോൾ പ്രധാനമന്ത്രി വളരെ ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത്. ഞാൻ നിങ്ങളെ രാഹുലിന്റെ ആളും അല്ല, നരേന്ദ്രമോദിയുടെ ആളും അല്ല. ഞാൻ അള്ളാഹുടെ ആളാണ്. ഞാൻ അള്ളാഹിനെ പറ്റി പറയാൻ വന്നതാണ്. ഈമാൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? നിങ്ങൾ രാഹുലിന്റെ ആൾ മാത്രമേ പ്രസംഗിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇറക്കി വിടാം. ഞാൻ രാഹുലിന്റെ ആളല്ല, ഞാൻ മോഡിയുടെ ആളുമല്ല, ഞാൻ അള്ളാഹിന്റെ ആളാണ്. എന്റെ റബ്ബ് ആരാണ്? അധികാരം കൊടുക്കുന്നത് റബ്ബാ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير حسبي ربي جل الله قلبي غير الله حق لا إله إلا الله يا الله കുലില്ലാഹും അല്ലാഹുവേ മലിക്കൽ മുൽക്കി അധികാരത്തിന്റെ ഉടമക്കാരൻ നരേന്ദ്രമോദിയുമല്ല രാഹുൽ ഗാന്ധിയുമല്ല, നീയാണ്. ഇത് സുബഹിക്ക് ശേഷം 7 തവണ ചൊല്ലൽ പതിവാക്കിയാൽ കടം വീടും. മഗ്‌രിബിന് ശേഷം 7 തവണ ചൊല്ലൽ പതിവാക്കിയാലും കടം വീടും. കുലില്ലാഹുമ്മ അല്ലാഹുവേ മലിക്കൽ മുൽക്കി അധികാരത്തിന്റെ ഉടമസ്ഥൻ. പറ, ഇന്നെ നോക്ക്, ഇന്നെ നോക്ക്, ഇന്നെ നോക്ക്. അധികാരത്തിന്റെ ഉടമസ്ഥൻ നീയാണ്.
നീയാണ്. തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകും. അപ്പോൾ നരേന്ദ്രമോദി അടുത്ത പ്രധാനമന്ത്രിയായാൽ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി അയാളാകണമെന്ന് ആരുദ്ദേശിച്ചു? അല്ലാഹ് നിനക്കെന്താ? രാഹുൽ ഗാന്ധി ആയാൽ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ആകണമെന്ന് ആര് നിശ്ചയിച്ചു? അല്ലാഹ്. നീ എന്തിനാണ്? ഇവനാണ് ആര്? മുഅ്മിൻ. മുഅ്മിന് ആരായാലും പ്രശ്നമില്ല. അവൻ ചെയ്യേണ്ടത് അവൻ ചെയ്യാം. അവൻ എന്താ ചെയ്യേണ്ടത്? ജനാധിപത്യ ക്രിയ അനുസരിച്ച് ഏറ്റവും യോഗ്യനെന്ന് തനിക്ക് ബോധ്യപ്പെട്ട ഒരാൾക്ക് വോട്ട് കൊടുത്തു. ഇനി നിശ്ചയിക്കുന്നതാരാ? അല്ലാഹ്. നീ ഇച്ഛിക്കുന്നവർക്ക് നീ അധികാരം ഊരിയെടുക്കും. ഊരി. അവിടെ അർത്ഥം ഉള്ളിലേക്ക് കയറിയിട്ട് റൂഹിനെ മലക്കുകൾ ഊരിയെടുക്കും. ഇതേ വാക്കാണ് നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ലേ? ശരീരത്തിന്റെ ഉള്ളിലേക്ക് മലക്കുകൾ കയറിയിട്ട് മലക്ക് റൂഹിനെ ഊരിയെടുക്കും. നീ ഇവിടെ അർത്ഥം വെച്ച് നോക്ക്. തൻസിഉൽ മുൽക തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് നീ അധികാരത്തെ ഊരിയെടുക്കും. അന്ന് മുതൽ അയാൾ പ്രധാനമന്ത്രി അല്ല. ആര് നിശ്ചയിച്ചു? അല്ലാഹ്. നിനക്കെന്താ? ഈ ആരാ? ഈ ഇവിടുത്തെ ആരാ? എടാ ഈ മിനിഞ്ഞാന്നുണ്ടായിരുന്നു. എടാ ഈ നാളെ ഉണ്ടാവൂ. ഈ ആരാ? ഈ മിനിഞ്ഞാന്നുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് എന്ന വാക്കിനർത്ഥം ബിഫോർ യുവർ ബർത്ത്ഡേ, നിന്റെ ജനന ദിവസത്തിന് മുമ്പ് നീ ഉണ്ടായിരുന്നു. പറ മനുഷ്യ. പഴയ കാലത്തിന് കാസർകോട്ടുകാർ പറയുന്നൊരു വാക്കാണ് മിഞ്ഞാന്ന്. ഒരു കാസർകോടൻ വാക്കാ മിഞ്ഞാന്ന്. ഞാൻ കാസർകോട്ടുകാരെ കൂടെയും ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരെ ഭാഷ അറിയും. അവരെ സാധാരണ മലയാളം അല്ല. അപ്പൊ പഴയ കാലത്തിന് അവർ മിനിഞ്ഞാന്ന് എന്ന് പറയും. അപ്പൊ മിനിഞ്ഞാന്ന് നീ ഇല്ല. നാളെ നീ ഉണ്ടാകുമെന്ന് ഉറപ്പും ഇല്ല. അന്ന് ഇവിടുത്തെ ഭരണാധികാരി ആര് തീരുമാനിക്കും? ഈ ചത്തുപോയി. ഈ മിഞ്ഞാന്ന് ഇവിടെ ഉണ്ടോ? അല്ല, നെഹ്റു പ്രധാനമന്ത്രി ആവുന്ന കാലത്ത് ഈ താടി കറുത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാ? അല്ല പറ, ഉണ്ടോ? ഇല്ല. താടി വെളുത്തോരുമില്ല. എന്താ താടിയില്ല? വെളുത്തിട്ടാ. ഞാൻ നെഹ്റു പ്രധാനമന്ത്രി ആ കാലത്ത് ഇല്ല. പിന്നെ നിങ്ങളെപ്പോലെ ഗോദ്രേജ് തേക്കാൻ അറിയാത്തത് കൊണ്ടാണ് നിങ്ങളെ താടി കറുത്തും എന്റെ താടി വെളുത്തും ഇരിക്കുന്നത്. ഞാൻ വലിയ വയസ്സനും നിങ്ങളൊക്കെ വലിയ കാര്യമല്ല. നിങ്ങൾ വയസ്സുമാർ തന്നെയാ, എനിക്കറിയാം. ഇപ്പൊ നെഹ്റുവിന് അധികാരം കൊടുത്ത നീയാണോ? നെഹ്റുവിന് അധികാരം ചീന്തിയെടുത്ത് നീയാണോ? ഇന്നരക്ക് അധികാരം കൊടുത്ത നീയാണോ? അല്ല. മൗണ്ട് ബാറ്റൻ അവസാനത്തെ ഒപ്പിട്ടിട്ട് 947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി പിരിഞ്ഞു പോകുമ്പോ ഈ ഇവിടെ എന്താ പറ? ഉണ്ടോ? ഇല്ല. എന്റെ വാപ്പ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹവും കതുമള്ള മരിച്ചുപോയി. മൗണ്ട് ബാറ്റന്റെ അധികാരം ഊരിയെടുത്തു. എന്നിട്ട് അള്ളാഹു ആർക്ക് കൊടുത്തു? നെഹ്റുവിന് കൊടുത്തു. പിന്നെ ഇന്നലെ കൊടുത്തു. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ആര് ഭരണാധികാരിയായും അത് എന്റെ റബ്ബിന്റെ ഭരണാധികാരിയാണ്. ഓ, അപ്പൊ ഞാൻ കാര്യം മനസ്സിലാക്കി. ഇപ്പോൾ ഭരണാധികാരി ഒരാളുണ്ടല്ലോ, അയാൾ എന്റെ റബ്ബിന്റെ ഭരണാധികാരിയാണ്. എന്തുകൊണ്ട്? ഇന്ന് ഇപ്പോൾ ഈ നേരത്തും അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ന് രാത്രി, ഇന്ന് എന്താ ദിവസം? മെയ് എത്രയാ? 10 അല്ലേ? മെയ് 10 രാത്രി 10:32 PM അയാൾ ഭരണാധികാരിയാണ്. അപ്പോൾ ഈ സമയത്തും അയാളെ ഭരണാധികാരിയാക്കിയതാരാ? പറ, ആരാ? അല്ലാഹ്. നിനക്കെന്തേലും അധികാരം? നിനക്ക് ഇവിടെ ഒരധികാരവും ഇല്ല. അള്ളാഹു തന്നാൽ ഉണ്ട്, അള്ളാഹു ഒഴിവാക്കിയാൽ ഇല്ല. പ്രസംഗം ചില കമ്മിറ്റിക്കാർക്ക് പിടിച്ചില്ല എന്ന് സങ്കല്പിക്കുക.
അപ്പോൾ ഞാൻ ഇന്നത്തെ പ്രഭാഷകനാവൂല, ഞാനൊരു അരമണിക്കൂർ നേരത്തെ പ്രഭാഷകൻ ആകും. അവര് പറയും നിർത്തിക്കാളി മുസ്ലിയാരെ, ഞങ്ങൾ വേറെ ആളെയും പ്രസംഗിക്കാൻ പറ്റിയൊരു ഇവിടെ ആലപ്പുഴ എത്തുന്നുണ്ട്, നിങ്ങൾ വണ്ടി വിടും. അപ്പോൾ ഞാൻ ഇന്നത്തെ പ്രഭാഷകനല്ല, 10 മണി മുതൽ 10:32 വരെയുള്ള പ്രഭാഷകനാ. തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ഇതൊക്കെ ആരുടെ തീരുമാനം? അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ട് രാഹുൽ ഗാന്ധി അക്ബർ എന്ന് വിശ്വസിക്കരുത്. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ട് നരേന്ദ്രമോദി അക്ബർ ആവുമ്പോൾ പേടിയാവും. നരേന്ദ്രമോദി അസ്ഹറാണ്, അക്ബർ ആര് മാത്രം. പിന്നെന്തിനാണ് പേടിക്കുന്നത്? നിങ്ങളൊക്കെ 5 വക്ത് നിസ്കരിച്ചിട്ടില്ലേ? അതുണ്ടോ അല്ലേ? അതുണ്ടോ ഇല്ലേ? 5 വക്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കണം? ലോകത്തെ ഏറ്റവും പ്രതിസന്ധിയുള്ള കാലമാണ് ഈ കാലം എന്നാണ് ഞാനിവിടെ വന്നിട്ട് 3 പ്രഭാഷകരും പ്രസംഗിച്ച്. പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമല്ല, തലയെ കെട്ടിയവർ വരെ ഈ നുണ പറഞ്ഞു നടക്കുകയാണ്. ഇത് പ്രതിസന്ധി ഇല്ലാത്ത കാലഘട്ടമാണ്. ഭക്ഷണത്തിന് കുറവില്ല. ബദറിലേക്ക് പോകുമ്പോൾ ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് സ്വഹാബികളുടെ കയ്യിലില്ല. അതാണ് പ്രതിസന്ധി. ഇത്ര വെള്ളം കിട്ടുന്ന ഒരു സ്ഥലത്തുനിന്ന് ഒരു മരിപ്പച്ചയിലെത്തണമെങ്കിൽ വീണ്ടും ഒരു യാത്ര ചെയ്യണം. അതിനിടയിൽ ഒരു ചൂടുവെള്ളം അവർക്ക് കിട്ടൂല. ഞാൻ പെട്ടെന്ന് ചൂടുവെള്ളം എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നു. ജനങ്ങൾ ഓടിക്കൊണ്ടുവന്നു ചൂടുവെള്ളം. എന്തുകൊണ്ട്? ഞാൻ സുഖലോലുപനാണ്. ഞാൻ സുഖലോലുപതയുടെ കാലഘട്ടത്തിലാണ്, ഞാൻ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അല്ല. നബിയുടെ കാലത്ത് ബദറിലേക്ക് പോകുമ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുക്കാൻ പോയിട്ട് പച്ചവെള്ളം കിട്ടാനുള്ള സാഹചര്യം ഇല്ല. അതുകൊണ്ട് പ്രതിസന്ധിയുടെ കാലം അവരുടെ കാലമാണ്. നിങ്ങൾക്കറിയോ ഒരു സംഭവം? നിങ്ങൾക്കറിയോ ഒരു സംഭവം? ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞുതരാം. സുജൂദിൽ കിടക്കും സ്വഹാബികൾ. അപ്പൊ റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ് എന്ത്? മുന്നിലെ സൊഫുകാർ സുജൂദിൽ നിന്ന് എണീറ്റു എന്ന് ബോധ്യപ്പെടാതെ നേരെ പിന്നിലുള്ളവർ സുജൂദിൽ നിന്ന് എണീക്കരുത്. മനസ്സിലായില്ല? ഒന്നും കൂടി പറയാം. മുന്നിലെ സൊഫുകാർ, അപ്പൊ സുജൂദിൽ കിടക്കും സ്വഹാബികൾ, അതായത് ഇമാമ് നബിയാണ്, പിന്നെ സ്വഹാബികൾ 1, 2, 3 ഇങ്ങനെ സൊഫ് പോകും. അപ്പൊ നബിയുടെ ഒരു കൽപ്പനയാണ് എന്ത്? നിങ്ങളുടെ തൊട്ട് മുമ്പുള്ള സൊഫുകാർ സുജൂദിൽ നിന്ന് ഖിയാമിലേക്ക് പൊങ്ങിയെന്ന് ബോധ്യപ്പെടാതെ നിങ്ങൾ സുജൂദിൽ നിന്ന് എണീക്കാൻ. എന്തുകൊണ്ട്? അങ്ങനത്തെ നിയമം ഇസ്ലാമിലില്ല. അന്നുണ്ട്, ഇന്നില്ല. എന്തുകൊണ്ട്? സുജൂദിൽ കിടക്കുന്നവർക്ക് പൂർണ്ണമായി വസ്ത്രം ഇല്ല. അതുകൊണ്ട് മുന്നിലുള്ള സൊഫുകാർ എണീക്കുന്നതിന് മുമ്പ് പിന്നിലുള്ള സൊഫുകാർ എണീറ്റാൽ അവർ മുന്നിലുള്ളവരുടെ ഔറത്ത് കണ്ടു. അപ്പോൾ അവർക്ക് വസ്ത്രം ഇല്ല. നിങ്ങളെ പേരെന്താ? റഫീഖിന് എത്ര വസ്ത്രമുണ്ട്? അങ്ങനെ സ്വപ്നം കണ്ട് പറയരുത്. ഒന്ന് പറ, എനിക്കറിയൂല. ഉസ്താദേ, നിങ്ങൾക്ക് എത്ര വസ്ത്രമുണ്ട്? അറിയൂല. മോനെ, നിങ്ങൾക്ക് എത്ര വസ്ത്രമുണ്ട്? അറിയൂല. റഹ്മത്തുള്ളാഹി ഖാസിമിക്ക് എത്ര വസ്ത്രമുണ്ട്? അറിയൂല. പിന്നെ ഇതാണോ പ്രതിസന്ധിയുടെ കാലം? നിങ്ങൾ എവിടുന്ന വരുന്നത്? നിങ്ങൾക്ക് എന്റെ ദീന് എന്തെങ്കിലും വിചാരിച്ച്? അവർക്ക് എന്തില്ല. വസ്ത്രം എങ്ങനെയെന്നറിയോ? ഞാൻ വസ്ത്രത്തിന്റെ കോലം കാണിച്ചു. ഒരു കുട്ടി ഒന്ന് വരും, ഇങ്ങോട്ട് വാ. ഒന്നും ഞാൻ കാണിക്കൂലടോ. അക്കാലത്തെ വസ്ത്രം പറയാം. ആകെയുള്ളത് ഒറ്റ വസ്ത്രം. എന്നിട്ട് ഇങ്ങനെ കെട്ടും, ഇവിടെ കെട്ടും. നിസ്കരിക്കുന്നവർ ഇവിടെ കെട്ടും. കുറച്ചിങ്ങനെ നീളും, ബാക്കിലും നീളും. കുപ്പായല്ല, തുണിയില്ല, ഒരു അരത്തുണി. ആ അരത്തുണി എവിടെ കെട്ടും? കഴുത്ത് കെട്ടും. സുജൂദ് കിടക്കുമ്പോൾ ബാക്കിലുള്ളവർ ഔറത്ത് കാണും. അപ്പോൾ അവർ എണീക്കാതെ ബാക്കിലുള്ളവർ എണീക്കരുത്. എന്തുകൊണ്ട്? ആകെ മൂടുന്ന വസ്ത്രം അവർക്ക് ഇല്ല. നിങ്ങൾക്കൊരാളറിയോ? ഹംസ. പറ. ഹംസ മക്കാങ്ങാടി, ഇങ്ങോട്ട് മക്കാങ്ങാടിയിൽ ഷാമിൽ നിന്നും യമനിൽ നിന്നും കൊണ്ടുവരുന്ന ഏറ്റവും ഉന്നതമായ വസ്ത്രം മാത്രം നടന്നിരുന്ന ആളാണ് ആര്? സയ്യിദുന ഹംസ. കുറെ മുശ്രിക്കായിരുന്ന കാലത്ത് ഹംസ വന്നാൽ അക്റമുന്നാസി അലാ ഖുറൈഷ്, ഖുറൈശികളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് ആര്?
ഹംസ മുശ്രിക്കാണ്. ഏറ്റവും മേത്തരം പെർഫ്യൂം ഞാൻ അണിയും, മേലെ തേക്കൂ. ഇന്ന് പെർഫ്യൂം മനസ്സിലായില്ലേ? മേത്തരം പെർഫ്യൂം, ചെറിയ പെർഫ്യൂം, മേത്തരം പെർഫ്യൂമാണ് ആര് തേക്കുക? ഉറക്ക പ്രസംഗിക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹു. വസ്ത്രം അണിഞ്ഞിങ്ങനെ ഖുറൈശികൾ അടുത്തേക്ക് വന്ന ഖുറൈശികൾ അത്ര ബഹുമാനിക്കും. അട്ടിച്ച് അബൂജഹലിനെ ഒരു ദിവസം സഫയുടെ കുന്നിന്റെ മുകളിലേക്ക് പുണ്യ റസൂൽ നിൽക്കുമ്പോൾ അബൂജഹൽ വന്നിട്ട് നബിയെ ആക്ഷേപിച്ചു. അന്ന് കാന സുയ്യാദൻ, വേട്ടക്ക് പോയതാ ഹംസ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ തിരിച്ചു വരുന്ന നേരത്തെ ആരോ പറഞ്ഞു, ഹംസ, നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മകൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെ അബുൽ ഹക്കം അവിടെ ഇട്ട് ആക്ഷേപിക്കുന്നത് കേട്ടു. അപ്പോൾ വീട്ടിൽ പോയില്ല, നേരെ വേട്ടവസ്ത്രവും കൊണ്ട് നേരെ വന്നപ്പോൾ മത്താഫിൽ ഇരിക്കുന്നുണ്ട് അബുലഹബ്, അബുജഹല് മോട്ടിയൊട്ടിയോ. ആളുകൾ ഓടി വന്നു, നീ ഹംസ, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? അപ്പോൾ അബൂജഹൽ പറഞ്ഞു, മിണ്ടണ്ട, ഞാൻ തന്നെ കുറ്റക്കാരൻ. അതായത് ഹംസയോട് അടിക്കാൻ എണീക്കുള്ള ധൈര്യം ആർക്കില്ല, പറയടാ. അബൂജഹലിനില്ല. എണീറ്റാൽ അബൂജഹലിനെ അടിച്ചു വീഴ്ത്തും ആൺകുട്ടികൾ. കാരണം ഖുറൈശികളിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവൻ ആരാ? സയ്യിദുന. അവസാനം മരിച്ചപ്പോൾ കഫനില്ല, കഫന്റെ സ്ഥാനത്ത് ഇങ്ങനെ കിടക്കുമ്പോ പുല്ല് കൊണ്ടുവരാൻ പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ. പച്ചപ്പുല്ല് കൊണ്ടുവന്നു. ആ പച്ചപ്പുല്ല് കൊണ്ട് കാലിങ്ങനെ മറച്ചു. അങ്ങനെ മറവ് ചെയ്തു. അറബികളിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനും ധനാഢ്യവും ഏത് സമയവും വേട്ടക്ക് പോയി വേട്ടമൃഗത്തിന്റെ ഭക്ഷണം മാത്രം കഴിച്ച് ജീവിച്ച സയ്യിദുന ഹംസ. അതല്ലേ പ്രതിസന്ധി? എനിക്കുങ്ങൾക്ക് എന്ത് പ്രതിസന്ധിയാ? നമുക്ക് കഫൻ മൂടാൻ വേണ്ടി അള്ളാഹു തആല 100 വസ്ത്രം നിയമമാക്കിയാൽ നമുക്ക് അതല്ലേ സന്തോഷം? പറ മനുഷ്യ, പറ. അവർ അക്കാലത്ത് അവർക്ക് എന്തില്ല? ഖുറൈശികളിലെ അക്റമുന്നാസി അലാ ഖുറൈശ്, ഖുറൈശികളിൽ ഏറ്റവും വലിയ മഹായോഗ്യനായ മനുഷ്യന്റെ കാല് മറക്കാൻ സ്വഹാബികൾക്ക് കഴിഞ്ഞില്ല. പുണ്യ റസൂൽ കരഞ്ഞുകൊണ്ട് പുല്ല് വെച്ച് കെട്ടി. എന്ത് ചിന്തിക്കാം? എന്ത് പ്രതിസന്ധി ഞങ്ങൾ ഈ പറയണത്? നമുക്ക് പ്രതിസന്ധിയായി തോന്നുന്നത് നമ്മുടെ സുഖലോലുപതകൾ കൊണ്ട് മാത്രമാണ്. ഒരു കഫന്റെ വസ്ത്രം ഇല്ലാത്ത ആളുകൾ ഇന്ന് നമ്മളെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ എത്ര സംഘടനയാണ്? കഫൻ ഫ്രീ ആയി കൊടുക്കുന്ന സംഘടനകൾ എത്ര ഉണ്ട്? ആണോ? അല്ലേ? പറ, സത്യല്ലേ? അവർക്ക് ഏറ്റവും വലിയ യോഗ്യന്മാർ മുസ്ലിങ്ങളായി പിന്നെ മുസ്ലിമായപ്പോൾ അവരെ കഫന് പകരം എന്തു ചെയ്തു? പച്ചപ്പുല്ല് വെച്ച് കെട്ടി. ആരെ? ഹംസയെ. ആ വെച്ച് കെട്ടിയതാരാ? റസൂലുള്ളാഹ്. ഹംസയെ കഫൻ ചെയ്തുകൊണ്ടിരുന്നു. നബി അപ്പോഴും കരഞ്ഞുകൊണ്ടേയിരുന്നു. നമുക്ക് എന്തൊരു സുഖമാണ്! ഈ സുഖത്തിന്റെയും സൗകര്യത്തിന്റെയും കാലഘട്ടത്തിൽ നമ്മൾ പറയാണ് വലിയ പ്രതിസന്ധിയാണ്. എന്ത് പ്രതിസന്ധി? എന്താ ചിന്തിക്കാത്തത്? നമുക്ക് പ്രതിസന്ധിയില്ല. അള്ളാഹുവിന്റെ ഹബീബിന് പ്രതിസന്ധിയുണ്ട്. വയറിൽ വിശക്കുന്നത് കാരണം ചുരുണ്ട് കിടക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ഫസാറത് തംസഹു ബത്നഹു, വയറിങ്ങനെ ഒഴിയും. ആര്? ആയിഷ ബീബി. എന്ത് പട്ടിണി കിടക്കുക? പട്ടിണി. ഒരു രാത്രി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറക്കം വന്നില്ല, കാരണം പട്ടിണി. അപ്പോൾ വീട്ടിൽ നിന്ന് എണീറ്റിട്ട് മദീന പള്ളിയിൽ പോയിരുന്നു. അങ്ങനെ പള്ളിയിൽ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഒരാൾ ഇരുട്ടിലൂടെ കയറി വന്നു. അപ്പോൾ നോക്കുമ്പോൾ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ. നട്ടപ്പാതിരക്ക് പള്ളിയിൽ വെളിച്ചമില്ല. ചെറിയ ഒരു പാത്രത്തിൽ എണ്ണയിട്ട് അതിൽ തിരിവെച്ച് അങ്ങനെ കത്തിക്കും. മഗ്‌രിബിന്റെ നേരത്ത് ഇശാന്റെ ജമാഅത്ത് കഴിയുമ്പോഴത്തേന് ആ തിരി കഴിയും. പിന്നെ എന്തില്ല? എണ്ണല്ല, സെയ്ത്ത. ഈ സെയ്ത്തന്നെയാണ് ഒരു ഭക്ഷണത്തിന് ഉപയോഗിക്കുക. ഇല്ല. അപ്പോൾ പിന്നെ തഹജ്ജുദിന് ആരും വന്നാൽ ഇരുട്ടില്ല. റസൂലുള്ളാഹ് ഉറങ്ങിയില്ല. പിന്നെ പോയിട്ട് പള്ളിയിലിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒരാൾ വന്നു, ഇരുട്ടിലൂടെ അങ്ങനെ കയറി വന്നു, സലാം പറഞ്ഞു. എന്നിട്ട് അപ്പുറത്ത് ഇരുന്നു. നോക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ. അങ്ങനെ രണ്ടാളും ഇങ്ങനെ ഇരുന്ന് മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ കൂടി ഇരുട്ടിലൂടെ കയറി വന്നു, സലാം പറഞ്ഞു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പോൾ റസൂലുള്ളാഹ് ഇരിക്കുന്നിടത്ത് എണീറ്റു. രണ്ടാൾ ഇരിക്കുന്നിടത്ത് പോയി. മല്ലദീ അഖ്റജകുമാ ഹാദിഹി
ഈ നേരത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ കാരണം എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു യാ റസൂലല്ലാഹ്, വിശപ്പിന് നബി. ആര് പറഞ്ഞു? സിദ്ദീഖുൽ അക്ബറും ഉമർ ഇബ്നുൽ ഖത്താബും. അപ്പോൾ ഹബീബാ നബി പറഞ്ഞു അഖ്റജനി മിൻ ബൈതി അല്ലദീ അഖ്റജകുമാ മിൻ ബൈതികുമാ അഖ്റജനി മിൻ ബൈതി. ഏതൊരു കാര്യത്തിനാണോ നിങ്ങൾ വന്നത് അതേ കാര്യത്തിനാണ് ഞാൻ ഇറങ്ങിയത്. എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയാലോ. നട്ടപ്പാതിരക്ക് നിലാവെളിച്ചത്തിൽ 3 നാളും നടന്നു. അബുൽ ഹൈസം അൽ അൻസാരിയുടെ വീട്ടുപടിക്കൽ എത്തിയപ്പോൾ റസൂൽ പറഞ്ഞു, ഒന്ന് ഇങ്ങോട്ട് കയറി നോക്കാം. വിളിക്കാത്ത സദ്യക്ക് പോവാ, നിങ്ങൾ എന്റെ കൂടെയുണ്ടോ പറഞ്ഞു. ചിന്തിക്ക. അങ്ങനെ ആ വീട്ടിലേക്ക് കയറി. അപ്പോൾ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് നബി വിളിച്ചു, അബുൽ ഹൈസം എന്ന് വിളിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇരിക്കും നബിയെ, പുറത്തു പോയതാണ്, കൈത്തോട്ടിലേക്ക് വെള്ളം കൊണ്ടുവരാൻ പോയതാണ് അബുൽ ഹൈസം അൽ അൻസാരി. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കൊണ്ട് വന്നു, വെള്ളം ചുമന്നുകൊണ്ട് വന്നു അബുൽ ഹൈസം. അപ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, മർഹബാ മർഹബാ, ആരാണ് ഇന്നത്തെ വിരുന്നുകാർ? നബിയല്ലേ? വേഗം അബുൽ ഹൈസം വീട്ടിന്റെ മുറിയിലിരുത്തി റസൂലുള്ളാഹിനെ സിദ്ദീഖുൽ അക്ബർ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ട് പുറത്തേക്ക് ഓടിയിട്ട് ഒരു ആടിൻകുട്ടിയെ കിട്ടി. ആ ആടിൻകുട്ടിയെ അറുത്ത് തോല് പൊളിച്ച് ഭാര്യയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, വിശപ്പുണ്ടായിരിക്കും നബി വന്നിട്ടുണ്ടാവുക, നീ വേഗം ഭക്ഷണം ഉണ്ടാക്ക. ഞാൻ ഇന്ന് ഉച്ചക്ക് ട്രെയിനിൽ കയറി. ഞാൻ ജനശതാബ്ദി കയറിയപ്പോൾ ഈ ഷംസ് എനിക്ക് ഫോൺ ചെയ്തു, ഈ ഉസ്താൻ എന്ത് ഭക്ഷണം വേണ്ട? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. എന്തുകൊണ്ട്? ഭക്ഷണം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് പോവാ, ഒരു വീട്ടിലേക്ക് ക്ഷണിക്കാത്ത സദ്യക്ക് പോവാ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേഗം അബുൽ ഹൈസമിന്റെ ഭാര്യ ആടുകുട്ടിയെ പെട്ടെന്ന് എടുത്ത് അതിനെ ഭക്ഷണമാക്കി. കുറച്ച് റൊട്ടിയും ഉണ്ടാക്കി. അതിനിടയിൽ ഈത്തപ്പനയുടെ ഒരു ഒരു കൊല വെട്ടിക്കൊണ്ടുവന്നിട്ട് നബിയുടെ മുന്നിൽ വെച്ചു. അങ്ങനെ റുത്തബായ, അങ്ങനെ കണ്ടിട്ടില്ല, ഒരു മഞ്ഞ നിറത്തിലുള്ള റുത്തബ് ഈത്തപ്പനയുടെ, അതിങ്ങനെ കഴിച്ചു. 4 ആളും ഇരുന്നു. അപ്പോഴത്തിന് ഭാര്യ വിളിച്ചു. അങ്ങനെ ഓടിപ്പോയി ഭക്ഷണം കൊണ്ട് അബുൽ ഹൈസം വന്നു റളിയല്ലാഹു അൻഹു. അങ്ങനെ സുപ്രവിച്ചു. 4 ആളും ഭക്ഷണം കഴിക്കുക. നട്ടപ്പാതിര നേരത്ത്. ആരൊക്കെ? പുണ്യ റസൂൽ 2, സിദ്ദീഖുൽ അക്ബർ 3, ഉമർ ഇബ്നുൽ ഖത്താബ് 4, അബുൽ ഹൈസം അൽ അൻസാരി. ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിന്റെ തളികയിൽ എല്ല് ഒക്കെ അപ്പുറത്ത് മാറ്റി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പുണ്യ റസൂൽ പറഞ്ഞു ഒരായത്ത്, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അപ്പോൾ കരഞ്ഞു സിദ്ദീഖ്. ഏതൊരു നിഅമത്തിനും അള്ളാഹുവിന്റെ ചോദ്യമുണ്ടാവും. ഇന്ന് നിങ്ങൾ പട്ടിണി കിടന്ന് ഇരിക്കുകയാണെങ്കിൽ ചോദ്യമില്ല. ഇന്ന് നിങ്ങൾക്ക് ആട്ടുമാംസവും ഭക്ഷണം കിട്ടിയതുകൊണ്ട് ഈ ഭക്ഷണത്തിന്റെ പിന്നിൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദ്യമുണ്ടാവും. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ കരഞ്ഞുപോയി. അതല്ലേ പ്രതിസന്ധിയുടെ കാലം. ഇന്ന് നമ്മൾ കഴിച്ച ഒരു ഭക്ഷണം ജീവിതത്തിൽ നബി കഴിച്ചിട്ടില്ല. ഒരു മന്തി നബി കഴിച്ചിട്ടില്ല. മനസ്സിലാവണില്ലേ പറഞ്ഞു? അതല്ലേ പ്രതിസന്ധിയുടെ കാലം, അതല്ലേ ബുദ്ധിമുട്ടിന്റെ കാലം. നമ്മൾ ഈ സുഖലോലുപരി പറയുക, നിസ്സാര നമ്മൾ തന്നെ ഉണ്ടാക്കുക. പ്രതിസന്ധികളെ നമ്മൾ തന്നെ ഉണ്ടാക്കുക. നമ്മുടെ പ്രതിസന്ധികൾ, ഞാനൊരു ഫലിതം വായിച്ചിട്ടുണ്ട് പണ്ടൊരിക്കൽ. ഒരാൾ ഒരു പ്രേതകഥ എഴുതി. ഒരു റൈറ്റർ ഇരുന്നിട്ട് എന്തെഴുതി? പ്രേതകഥ എഴുതി. അങ്ങനെ പ്രേതകഥ എഴുതി കഴിഞ്ഞു. അയാൾ തന്നെ ഒരു പ്രേതകഥ എഴുതി ഉണ്ടാക്കി. അങ്ങനെ ഒരു രാത്രി, പാതിരാത്രി കഴിഞ്ഞിട്ട് അയാൾ തന്നെ ആ പ്രേതകഥ വായിച്ചിട്ട് കയറിൽ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തു. ഇതാണ് നമ്മുടെ പ്രതിസന്ധി. അതായത് നമ്മൾ തന്നെ പ്രതിസന്ധിയെ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ വിയർപ്പുണ്ടാവുക. ഇനിയിപ്പോ എന്താ വരാൻ പോണ? നിങ്ങൾ എന്റെ കൂടെ ഇല്ല. പറയാൻ മനസ്സിലായോ? ഒരാൾ ഒരു പ്രേതകഥ എഴുതിണ്ടാക്കി. എന്നിട്ട് രാത്രി 12 മണിക്ക് അയാളത് വായിച്ചിട്ട് പേടിച്ചിട്ട് അയാൾ തന്നെ ആത്മഹത്യ ചെയ്തു. ഇതല്ലടോ എന്റെ പ്രതിസന്ധി. എന്ത് പ്രതിസന്ധി? എന്ത് പ്രതിസന്ധിയാ? പുണ്യ റസൂൽ പറഞ്ഞു, ഒരു നബിയെ ജനങ്ങൾ അടിച്ചു. ഒരു ജനത ഒരു നബി അടിച്ചു, ചോര ഇങ്ങനെ വിളിച്ചു. അപ്പോഴും ആ നബി ജനങ്ങളെ തല്ലുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു, അവർക്ക് അറിവില്ലാത്തതുകൊണ്ട് അടിക്കാണ് പഠിച്ചോനെ, അവർക്ക് നീ പുറത്തു കൊടുത്തു.
എങ്ങനെയുണ്ട്? എന്താ പറഞ്ഞ് ഒരു റസൂലുള്ള ഒരു നബിയെ പറ്റി പറഞ്ഞു. പണ്ടൊരു നബി ഉണ്ടായിരുന്നു. വറബഹു ഖൗമുഹു, ആ നബിയുടെ ജനങ്ങൾ ആ നബിയെ അടിച്ചു. ഫഅദ്മൗഹു, ആകെ ചോരയിൽ കുളിപ്പിച്ചു. അപ്പോഴും ഈ അടി കൊണ്ട് ചോരയിൽ കുളിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയാ, പുറത്തു കൊടുക്ക്, അവർ അറിവില്ലാത്തത് കൊണ്ടാണ് എന്നെ അടിക്കുന്നത്. അത്ര മനസ്സിലാക്കി മതിയല്ലോ. മുസ്ലിങ്ങൾ അല്ലാത്തവർ ഉപദ്രവിച്ചാൽ അതിന് കാരണം അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. അറിവുണ്ടെങ്കിൽ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ചാടി വീഴും. കാരണം ഇതിനേക്കാൾ വലിയൊരു സത്യം ലോകത്ത് ഇല്ല. നീ എന്തിനാ പേടിക്കണം? എന്ത് പേടി? പിന്നെ നീ എന്തിനാ പേടിക്കുന്നറിയോ? ഏത് വ്യവസ്ഥിതിയെയും സെക്കൻഡ് കൊണ്ട് മാറ്റിമറിക്കാൻ ആർക്ക് കഴിയും? അല്ലാഹ്